CPIM-ന്റെ 21ാം പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കമാകും. പാർട്ടി കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കാൻ ഇന്ന് വൈകിട്ട് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എസ് രാമചന്ദ്രൻ പിള്ളയെ കേരള ഘടകം പിന്തുണയ്ക്കുമെന്നാണ് സൂചന. പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടിക്ക് പുതിയ മുഖം നൽകാനുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന CPM-ന്റെ 21ാം പാർട്ടി കോൺഗ്രസിന് നാളെ രാവിലെയാണ് പതാക ഉയരുക. കേരളത്തിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നുമുള്ള 175 വീതം പ്രതിനിധികളടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കുക 950 പേർ. ഇതിൽ 180-ലേറെ വനിതാ പ്രതിനിധികൾ. ഉദ്ഘാടന സമ്മേളനത്തിൽ CPI, RSP, ഫോർവേഡ് ബ്ലോക്ക്, CPI-ML, SUCI നേതാക്കൾ പങ്കെടുക്കും. ആദ്യ ദിനം തന്നെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ 25 വർഷത്തെ അടവ് നയങ്ങൾ അവലോകനം ചെയ്യുന്ന രേഖ അവതരിപ്പിക്കും. രേഖയിന്മേൽ 2 ദിവസത്തെ ചർച്ച നടക്കും. രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച ശേഷമേ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സമ്മേളനത്തിൽ വയ്ക്കൂ. And already the Central Committee unanimously opined on these issues in this review report. And the Congress has to take a final decision. I think proper conclusions will be drawn, proper direction will be given to the party in future. സംഘടനാ റിപ്പോർട്ടിൽ VS അച്യുതാനന്ദന്റെ സംസ്ഥാന സമ്മേളന ബഹിഷ്കരണത്തെപ്പറ്റി പരാമർശമുള്ളതായാണ് സൂചന. പ്രകാശ് കാരാട്ട് സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച ചർച്ചകൾ നേതൃത്വത്തിൽ സജീവമാണ്. കേരള ഘടകത്തിന്റെ പിന്തുണ എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കാണ്. എന്നാൽ ബംഗാൾ ഘടകത്തിന്റെ പിന്തുണയുള്ള സീതാറാം യെച്ചൂരിക്ക് കേരള ഘടകത്തെ പൂർണ്ണമായും മറികടന്ന് സെക്രട്ടറി സ്ഥാനത്തെത്തുക ശ്രമകരമാകും. 18-ാം തീയതി ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലെ പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും ജനറൽ സെക്രട്ടറിയെയും സംബന്ധിച്ച അന്തിമ ധാരണയുണ്ടാകൂ. തിരിച്ചടികളിൽ നിന്ന് CPM-നെ കരകയറ്റാൻ അമരത്തേക്ക് സീതാറാം യെച്ചൂരിയോ എസ് രാമചന്ദ്രൻ പിള്ളയോ? പ്രായാധിക്യത്തിൽ ഇളവ് നൽകി VS അച്യുതാനന്ദനെ ഇക്കുറിയും കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തുമോ? CPM രാഷ്ട്രീയത്തിൽ നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് വരും ദിവസങ്ങളിൽ ഈ സമ്മേളനവേദിയിൽ നിന്ന് ഉയരുക. പോർട്ട് കളയവാണി ഓഡിറ്റോറിയത്തിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം M. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.